Morning. ഇന്നലത്തെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ മോഡൽ കംപ്ലീറ്റ് ആയിരുന്നു. Any doubts in that? Quite straightforward ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Yeah, so let's start. So ഇന്നത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ today we'll be having a new concept called time series. So what is your understanding about time series analysis? Is it the word? Are you familiar with the word? Or is it something new? ഏതെങ്കിലും ഒരു ഇതിന്റെ ഒക്കറൻസ് കണ്ടിന്യൂസ് ആയിട്ട് കുറെ കാലത്തേക്ക് മോണിറ്റർ ചെയ്തിട്ടുള്ള വാല്യൂസിനെ കുറിച്ചുള്ളൊരു സ്റ്റഡി. So time series analysis എന്ന് പറഞ്ഞാൽ so analysis of anything that changes with time. അതാണ് സിംപ്ലി പറഞ്ഞാൽ. അതായത് ഇപ്പം എന്താണ് വെതർ ഫോർകാസ്റ്റ്, നമ്മുടെ റെയിൻഫോൾ പ്രിഡിക്റ്റ് ചെയ്യില്ലേ? സോ റെയിൻഫോൾ പ്രഡിക്ഷൻ ഇസ് ആക്ച്വലി എ ടൈം സീരീസ് അനാലിസിസ്. അതുപോലെ ഏതാണ്? Can you tell me some examples of time series analysis? So time series is a sequence of observations recorded at regular interval. അതാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ. റെഗുലർ ഇന്റർവൽ എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പൊ നമ്മൾ റെയിൻഫോൾ അവർലി ആണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഓൾവേസ് അവർലി. നമ്മൾ കോവിഡ് കേസസിന്റെ സ്പ്രെഡ് എടുക്കുമ്പോൾ ടൈം സീരീസ് ആണ് ചെയ്യാറ്. കാരണം എന്താ, ഡെയിലി കേസസ് എത്ര കൂടുന്നു എത്ര കുറയുന്നു എന്നുള്ള അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. സിമിലർലി നമ്മൾ പറഞ്ഞ പോലെ റെയിൻഫോള് അല്ലെങ്കിൽ സെയിൽസ് അനലിറ്റിക്സ് ഒക്കെ ചെയ്യും ടൈം സീരീസ് വെച്ചിട്ട്. ക്രിസ്റ്റി, ഹലോ. പറയൂ ക്രിസ്റ്റി, പക്ഷേ ഈ നമ്മൾ ഈ കോവിഡിന്റെ ഇത് എടുക്കുമ്പോഴേ ശരിക്കും ടൈം സീരീസിന് ഇപ്പോൾ നമുക്കിപ്പോ ഒരു 3 സ്പോട്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അല്ല മീൻസ് നോർമൽ കോവിഡിന്റെ കേസ് ഇട്ടെങ്കിൽ. പക്ഷെ നമ്മൾ ശരിക്കും സാധാരണ ടൈം സീരീസ് എടുക്കുമ്പോൾ ഇപ്പോൾ 2 സ്ഥലം അല്ലെങ്കിൽ 3 സ്ഥലം ഉണ്ടെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഏകദേശം സെയിം ആയിരിക്കണം എന്നുള്ളൊരു വിധത്തിലാണ് ചെയ്യാറ് സാധാരണ. കോവിഡിന്റെ കേസിൽ പക്ഷെ അങ്ങനെയുള്ള ഒരു ഇതിപ്പോ ഓരോ രാജ്യത്തും ഓരോ വിധത്തിലല്ലേ ഇപ്പൊ സാമ്പിളിങ്ങിന്റെ ഇത് വ്യത്യാസം. കോവിഡിന്റെ നമുക്കൊരു വേൾഡ് ലെവലിലുള്ള ഒരു സാമ്പിൾ സെറ്റ് ഇല്ല. കാരണം ഓരോ കൺട്രീസിന്റെ സിറ്റുവേഷൻസ് അനുസരിച്ച് ടോട്ടൽ ഡിഫറെന്റ് ആണ്. പക്ഷേ നമുക്ക് ഒരു രാജ്യത്തിന്റെ സ്ട്രാറ്റജി സ്റ്റിൽ അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം ഈവൻ ദോ കേരളത്തിലാണെങ്കിലും ഗ്രാജുവലി നമ്പർ ഓഫ് ടെസ്റ്റുകളും കൂടുന്നുണ്ട്.
അപ്പം അതൊരു ബ്ലൈൻഡ്ലി ടൈം സീരീസ് എന്ന് പറയാൻ പറ്റില്ല, അവിടെ ഒരുപാട് ഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് ഉണ്ട്. കാരണം യൂഷ്വലി പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, ടെസ്റ്റ് കൂടി കഴിഞ്ഞാൽ പോസിറ്റീവ് കേസസ് കൂടും. ഒബ്വിയസ്ലി നെഗറ്റീവ് കേസസ് കൂടും, പക്ഷേ പോസിറ്റീവ് കേസസ് കൂടും. കാരണം യു ആർ നോട്ട് ക്യാപ്ചറിങ് ദ എൻറ്റയർ പീപ്പിൾ അല്ലെ. ഇപ്പൊ തന്നെ ആണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് 40 മില്യൺ ആണ് കേരളത്തിന്റെ പോപ്പുലേഷൻ. നമ്മളെന്തോ 2 ലക്ഷം കേസസ് എങ്ങാണ്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ, അല്ലെ 2 or 3 അങ്ങനെ എന്തോ ആണ് കേട്ടത്. I don't know the exact count, somewhere around 2 to 3 lakh. Similarly, ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ 1.2 ബില്യൺ ഉള്ളതിനകത്ത് we are just reaching 2 crore, അതായത് 20 മില്യൺ ആണ് നമ്മൾ എത്തിയേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കേസസ്. ഒബ്വിയസ്ലി ഇതിനേക്കാൾ ഒരുപാട് വലുതായിരിക്കും ആക്ച്വലി എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൗണ്ട്. 2% തന്നെ ആയിട്ടുള്ളൂ. 2% അല്ല, 2% താഴെ 136. 1.35 ബില്യൺ ഉണ്ട് ഇപ്പോഴത്തെ. അതെ, 136 1.3 ഉണ്ട്. അതിൽ 20 മില്യൺ ആയതേ ഉള്ളൂ. അതെ, അതായത് 0.02 ബില്യൺ ആയതേ ഉള്ളൂ. അതായത് നോട്ട് ഈവൻ 2%. അല്ല, അതൊക്കെ അത്രേ പറ്റുള്ളൂ രാജ്യങ്ങളിലൊക്കെ. അപ്പം അതാണ് ബ്ലൈൻഡ്ലി ടൈം സീരീസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഡിപെൻഡൻസി പാരാമീറ്റേഴ്സും കൂടെ വരുന്നുണ്ട്. So, depending on the frequency of observation, a time series can be hourly, daily, weekly, monthly, quarterly or annual. ഇനി ഇതിനേക്കാളും ചെറുതും വരാട്ടോ, ഈ സെക്കൻഡ്സിലൊക്കെ വരാം. അതായത് ഇപ്പൊ നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ചെയ്യുന്നത്, ഇഫ് ദാറ്റ്സ് എ സിറ്റുവേഷൻ, എന്താണ് ടൈം ഈസ് ഈവൻ വെരി സ്മോൾ അല്ലെ. നമ്മൾ സെക്കൻഡ്സിലോ മില്ലി സെക്കൻഡ്സിലോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അത് പറയുന്നത്. ഇപ്പം ഇഫ് യു റിമെമ്പർ ദ ന്യൂക്ലിയർ ഫ്യൂഷൻ ഒക്കെ ആണെങ്കിൽ അതിന്റെ ആ സ്കാറ്ററിങ് നടക്കുന്നത് വെച്ചാൽ മില്ലി സെക്കൻഡ്സ് ഓർ മൈക്രോ സെക്കൻഡ്സ് ഒക്കെയാണ്. അപ്പം എന്താണ്, അപ്പം ടൈം ക്യാൻ ബി എനിത്തിങ്, ടൈം ഫ്രെയിം ക്യാൻ ബി ഓഫ് എനിത്തിങ്. പക്ഷെ എന്താണ്, ദാറ്റ് ഷുഡ് ബി എ റെഗുലർ ഇന്റർവൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ റെയിൻഫോൾ ആണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഡെയിലി, അല്ലെങ്കിൽ വീക്ക്ലി, അല്ലെങ്കിൽ മന്ത്ലി. എന്താണ് എടുക്കുന്നത്, ദാറ്റ് ഷുഡ് റിമെയിൻസ് ദ സെയിം. അപ്പം നമുക്ക് ടു ആൻ എക്സ്റ്റെന്റ് സെയിൽസ് ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇഫ് യു നോ ദ സെയിൽസ് ഫോർ ദ ലാസ്റ്റ് 2 years, അത് വെച്ചിട്ട് മേ ബി യു ക്യാൻ പ്രൊഡിക്ട് ദ സെയിൽ ഫോർ നെക്സ്റ്റ് മന്ത്, സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, വൈ ഈവൻ അനലൈസ് എ ടൈം സീരീസ്? ബിക്കോസ് ഇറ്റ് ഈസ് എ പ്രിപ്പറേറ്ററി സ്റ്റെപ്പ് ബിഫോർ യു ഡെവലപ്പ് എ ഫോർകാസ്റ്റ് ഓഫ് ദ സെയിൽസ്. സോ നമ്മൾ എപ്പോഴും നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്, സെയിൽസ് ഫോർകാസ്റ്റിംഗ് പോലത്തെ കാര്യങ്ങൾക്ക് ചെയ്യുന്നതിന്റെ ഒരു ഫണ്ടമെന്റൽ സ്റ്റെപ്പാണ് ടൈം സീരീസ്. ഈ ടൈം സീരീസ് ചെയ്യാൻ നമുക്ക് 6 വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് വേറെ കുറെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അരിമ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, ദാറ്റ് ഇസ് കൺസിഡേഴ്സ് മോസ്റ്റ് കോമൺ മെത്തേഡ്. പിന്നെ അത് വളരെ സിമ്പിൾ മെത്തേഡ് ആയതുകൊണ്ടാണ് അന്ന് നമ്മൾ മെഷീൻ ലേണിംഗ് അടിച്ച സമയത്ത് ഞാൻ അരിമ കിട്ടിയത്. ഓട്ടോ റിഗ്രസീവ് ഇന്റഗ്രേറ്റഡ് മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അരിമ, ARIMA. അതൊരു മൂവിംഗ് ആവറേജ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഹാപ്പനിങ്. ഓക്കെ, so what does analyze a time series involve? Time series analysis involves understanding various aspects about the inherent nature of the series so that you are better informed to create a meaningful and accurate forecast. So എന്താണ് ഈ യൂഷ്വലി ടൈം സീരീസിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടാവും. ടൈം സീരീസിന് ഹാസ് എ ട്രെൻഡ് ആൻഡ് എ സീസണാലിറ്റി യൂഷ്വലി. ഓക്കെ, രണ്ട് കോൺസെപ്റ്റ്സ് ഉണ്ട് ശരിക്കും, ട്രെൻഡ് ആൻഡ് സീസണാലിറ്റി എന്ന് പറഞ്ഞിട്ട്. യു വിൽ സീ ദാറ്റ്. ഇതിലേക്ക് പോകണ്ട, അത് പ്രോഗ്രാമാറ്റിക് ആണ്. സോ വി ആർ യൂസിങ് പാനൽ ഡാറ്റ. പാനൽ ഡാറ്റ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. യു നോ വാട്ട് ഇസ് പാനൽ ഡാറ്റ? പാനൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ടൈം ബേസ്ഡ് ഡാറ്റ സെറ്റ്സിന് എല്ലാം ജനറലി നമ്മൾ പാനൽ ഡാറ്റ എന്നാണ് പറയുന്നത്. സോ ടൈം സീരീസ് ഡാറ്റ സെറ്റ് ഷുഡ് ബി എ പാനൽ ഡാറ്റ. The difference is that in addition to time series, it also contains one or more related variables that are measured for the same time periods. ഇപ്പം ചോദിച്ചില്ലേ, അതായത് കോവിഡിന്റെ കേസ്. സോ ആ സെയിം ടൈം പീരീഡിൽ ടെസ്റ്റും നമുക്ക് കീപ്പ് ചെയ്യാം അല്ലെ. ടെസ്റ്റിന്റെ കൗണ്ട് നമുക്ക് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ആ കേസിൽ നമുക്ക് എന്താണ് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇവരൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ്, മന്ത്, ഇയർ, ക്വാണ്ടിറ്റി. ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റി, പ്രൈസ് മിൻ, പ്രൈസ് മാക്സ്. ഈ പ്രൈസ് മിൻ, പ്രൈസ് മാക്സ് ഒക്കെ ശരിക്കും എഫക്ട് ചെയ്യും ക്വാണ്ടിറ്റി സോൾഡിൽ അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും മൾട്ടിപ്പിൾ ഡേറ്റ. അപ്പം ഈ കോവിഡിന്റെ കേസ് പറഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് പോസിറ്റീവ് കേസസിന്റെ കൂടെ നമ്പർ ഓഫ് കേസസ് ടെസ്റ്റഡ് എന്നുള്ളൊരു ഇൻഫർമേഷൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹെൽപ്ഫുൾ അല്ലെ. സോ ഡിഫറൻസ് ഇസ് ദാറ്റ് അഡീഷൻ ടു ടൈം സീരീസ് it also contains one or more related variables.
അപ്പൊ എന്തായത് നമ്മൾ ശരിക്കും ചെയ്യാൻ പോകുന്ന ഒരു റിഗ്രഷൻ മോഡൽ ആയിരിക്കും. ആ റിഗ്രഷൻ മോഡലിലേക്ക് ഈ ഒരു typically the columns present in the panel data contain explanatory variables that can be helpful in predicting the value of y, provided those columns will available at the future forecasting period. സോ നമ്മൾ യൂഷ്വലി ആൾക്കാർ, അതായത് ഇടയ്ക്ക് ഈ ജോൺ ഹോപ്കിൻസ് പോലത്തെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യാറില്ലേ, അതായത് പല പല സ്ട്രാറ്റജീസ് വരാറുണ്ട്. അതായത് വളരെ ക്ലിയർ ആയിട്ട് ആരോ പറഞ്ഞിരുന്നു August 1 ആകുമ്പോഴേക്ക് കേരളത്തിൽ 1000 കേസസ് ഇൻ എ ഡേ വരുന്നു. സിമിലർലി പല പല സ്ട്രാറ്റജി, പല പല ഇക്വേഷൻസ് പറയാറുണ്ട്. ഫെബ്രുവരി ആകുമ്പോൾ വാക്സിൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഫെബ്രുവരി ആകുമ്പോൾ അറൌണ്ട് 2 lakh കേസസ് ഇൻ എ ഡേ കേരളത്തിലല്ല ഇന്ത്യയിൽ ഉണ്ടാവും എന്നൊക്കെ. 2.89 lakh അങ്ങനെ ഉണ്ടാവും. അപ്പം അതെല്ലാം ഇങ്ങനെ ടൈം സീരീസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. സോ ഈ മാത്തമാറ്റീഷ്യൻസ് ആയിരിക്കും യൂഷ്വലി ഇങ്ങനത്തെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. സോ അത് ഈ സ്റ്റാറ്റിസ്റ്റിക്കലി തന്നെ കണ്ടുപിടിക്കുന്നതാണ്. സോ നമുക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജ് ഇല്ലാത്തതുകൊണ്ട് എന്താണ്, വി വിൽ യൂസ് സം അനദർ ടെക്നിക്. ഏതാണ് മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ് പോലത്തെ എന്തെങ്കിലും ടെക്നിക് നമ്മൾ യൂസ് ചെയ്യും. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. എക്സ്ട്രാപോളേഷൻ വെച്ചിട്ടോ ഇതൊരു പറഞ്ഞൂടെ നമുക്ക്? എക്സ്ട്രാപോളേഷൻ വെച്ചിട്ട്, എക്സ്ട്രാപോളേഷൻ തന്നെയാണ് ശരിക്കും ടൈം സീരീസ് ചെയ്യുന്നത്. പക്ഷെ എന്താ വെച്ചാല് നമ്മൾ ടൈം സീരീസിനകത്ത് നമുക്ക് ആ ഓരോ കണ്ടന്റ് ഉണ്ട്. അതായത് ഈ ടൈം സീരീസ് മേ ബി സ്പ്ലിറ്റ് ഇൻ ടു ദ ഫോളോയിങ് കമ്പോണന്റ്: ബേസ് ലെവൽ, ട്രെൻഡ്, സീസണാലിറ്റി ആൻഡ് എറർ. അപ്പൊ ഈ സീസണാലിറ്റി ആൻഡ് ട്രെൻഡ് എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അത് നമുക്ക് എന്താന്നുള്ളതൊന്ന് തിയററ്റിക്കലി നോക്കണം. പക്ഷെ നമ്മൾ ഡീപ് ലേണിംഗ് ചെയ്യുമ്പോൾ അത്ര കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡീപ് ലേണിംഗിൽ കാരണം എന്താ, വി ആർ നോട്ട് എക്സ്ട്രാക്ടിങ് ദ ഫീച്ചേഴ്സ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം അല്ലെ. സോ ട്രെൻഡ് ഏതാ, സീസണാലിറ്റി ഏതാണെന്ന് നമ്മൾ നോക്കുന്നില്ല. തിയററ്റിക്കൽ ആസ്പെക്ട് അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് കൂടെ വരണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും തിയററ്റിക്കലി പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു കോൺസെപ്ച്വലി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അരിമ മോഡൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വിൽ ബി വെരി ഹെൽപ്ഫുൾ. നമുക്ക് വേണമെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് കവർ ചെയ്യാം. ഓക്കെ, സോ ക്യാൻ യു എക്സ്പ്ലെയിൻ ഈ ട്രെൻഡ്, സീസണാലിറ്റി, ഇത് ഫ്രം ദ ടേം ഇറ്റ്സെൽഫ് ക്യാൻ യു എക്സ്പ്ലെയിൻ വാട്ട് ക്യാൻ ബി എ ട്രെൻഡ് ആൻഡ് സീസണാലിറ്റി ഇൻ എ ടൈം സീരീസ് with an example? ഞാൻ ഒരു എക്സാമ്പിൾ തരാം. സീസണാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും നല്ലത് വെതർ ഡേറ്റയാണ്. റെയിൻ നല്ലൊരു ഇതാണ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയുടെ ഇതിലാണെന്നുണ്ടെങ്കിൽ സൗത്ത് വെസ്റ്റ് സമയമായിരിക്കും. ഏത് വർഷം എടുത്താലും നോർമലി അങ്ങനെയായിരിക്കും. അതാണ് ഒരു സീസണാലിറ്റി. അതായത് ഡേറ്റയ്ക്ക് ഒരു സീസണാലിറ്റി ഉണ്ടാവും. ഇൻ ദ സെൻസ് there is a repetitive nature of the repetitive nature ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സീസണാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിലുള്ള, ഇപ്പൊ കേരളത്തിന്റെ വെതർ എടുത്തു കഴിഞ്ഞാൽ ആസ് യു സെഡ് മൺസൂൺ ടൈം എന്ന് പറയുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 3 മാസത്തിലായിരിക്കും യൂഷ്വലി. അപ്പൊ ആ റെയിൻഫോൾ കമ്പാരിറ്റീവ്ലി ആ 3 മാസത്തിന്റെ സമയത്ത് ഒരു സ്പൈക്ക് ഉണ്ടാവും. പിന്നെ റെയിൻ കുറവായിരിക്കും. പിന്നെ ഒക്ടോബർ, നവംബറിൽ ഒരു സ്പൈക്ക് ഉണ്ടാവും. ഈ 2 സ്പൈക്സ് ആണ് കേരളത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നത് കാലാകാലങ്ങളിൽ. ദാറ്റ് ഈസ് ഫോർ സീസണാലിറ്റി. ഇനിയിപ്പോ നമ്മളൊരു സെയിൽസ് ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ, കേരളത്തിലെ സെയിൽസ് ഡേറ്റ എടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിസ്നി, ടാപ്പിൾ അങ്ങനെയുള്ളവർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് യൂഷ്വലി വരുന്ന സ്പൈക്സ് എന്ന് പറഞ്ഞാൽ ഏപ്രിലിൽ ഒരു സ്പൈക്ക് ഉണ്ടാവും, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ ഒരു സ്പൈക്ക് ഉണ്ടാവും. ഇതാണ് യൂഷ്വലി ഉണ്ടാവുന്ന 2 സ്പൈക്സ്. അതെന്താന്ന് വെച്ചാൽ ഒരെണ്ണം വിഷുവിന്റെ ഒരു സ്പൈക്ക് ഉണ്ട്, പിന്നെ ഓണത്തിന് ഒരു സ്പൈക്ക് ഉണ്ട്. അതൊരു കോമൺ സീസണാലിറ്റി ആണ് നമ്മൾ കേരളത്തിൽ. പിന്നെ എന്താ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓവർ എ പീരിയഡ് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ പെട്രോൾ പ്രൈസ് എടുത്തു കഴിഞ്ഞാൽ വി നോ ദാറ്റ് ദ പെട്രോൾ പ്രൈസ് ഇസ് ഓൾവേസ് ഗോയിങ് ഹൈ, ഗോയിങ് അപ്പ്. അതിനെയാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ റെയിൻഫോളിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ലായിരുന്നു. നമ്മുടെ മൺസൂൺ സ്ട്രക്ചർ ശരിക്കും താഴേക്കായിരുന്നു. പക്ഷെ കുറച്ച് ഒരു കപ്പിൾ ഓഫ് ഇയേഴ്സ് ആയിട്ട് നമ്മുടെ മൺസൂണിന്റെ ക്യാരക്ടറെ മാറി. സത്യം പറഞ്ഞാല് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ സീസണാലിറ്റി മാറി. ജൂൺ നമുക്ക് പണ്ട് ഏറ്റവും കൂടുതൽ മഴ കിട്ടിക്കൊണ്ടിരുന്നത് ജൂൺ 15 to ജൂലൈ 15 ആയിരുന്നു. ഇപ്പൊ ജൂൺ 15 to ജൂലൈ 15 മഴയെ പെയ്യുന്നില്ല. ദാറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ടു ഓഗസ്റ്റ് 15 to സെപ്റ്റംബർ 15, സംതിങ് ലൈക്ക് ദാറ്റ് അല്ലേ. അതുപോലെ തന്നെ ആ ട്രെൻഡിലും വ്യത്യാസം വന്നു. മഴ കുറയുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് മഴ കൂടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. കഴിഞ്ഞ 2 വർഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആവറേജ് റെയിൻഫോളിനേക്കാളും കൂടുതൽ റെയിൻഫോൾ കിട്ടും. 2 വർഷമല്ല, 2-3 വർഷം. So the trend, a trend is observed when there is an increasing or decreasing slope observed in the time series. That's a trend.
Whereas seasonality is observed when there is a distinct repeated pattern observed between regular interval due to seasonal factors. So it could be because of the month of the year, day of the month, weekdays, or even time of the day. അതായത് നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് ആണ് എന്താണ് ട്രെൻഡ്, എന്താണ് സീസണാലിറ്റി എന്നുള്ളത്. So this is very important കേട്ടോ. ഇതൊരു ഇന്റർവ്യൂ ആസ്പെക്ട് ആണെങ്കിലും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വാട്ട് ഈസ് ട്രെൻഡ്, വാട്ട് ഈസ് സീസണാലിറ്റി, ആൻഡ് ഹൗ വിൽ യു ഡിഫൈൻ എ ടൈം സീരീസ് ഡേറ്റ. സോ എ ബേസ് ലെവൽ പ്ലസ് ട്രെൻഡ് പ്ലസ് സീസണാലിറ്റി പ്ലസ്. സോ എന്താണ് ഇത്? മാൻഡേറ്ററി അല്ല ട്രെൻഡും സീസണാലിറ്റി ഉണ്ടാവണം. ഇപ്പം ട്രെൻഡ് ഇല്ലാത്തൊരു ടൈം സീരീസ് പറയാം. ട്രെൻഡ് ഇല്ലാത്ത ഈ മാർക്കറ്റ് ഒക്കെ ഗ്രൂപ്പിലുള്ള ഷെയറുകളുടെ പ്രൈസ്, അതെ എക്സാക്ട് ഗ്രൂപ്പിലുള്ള ഷെയർസിന്റെ പ്രൈസ് ഭയങ്കര ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. അത് സിക്സ് ആൻഡ് പോലെ ആയിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യും. ഒരു ദിവസം കൂടും, ഒരു മൊമെന്റിൽ കുറയും, പിന്നെ ഒരു മൊമെന്റിൽ കൂടും, പിന്നെ ഒരു മൊമെന്റിൽ കൂടും, ലൈക്ക് ദാറ്റ്. So which means you cannot expect a trend in one side. ഇത് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തോളൂ അല്ലെ? So you cannot expect a trend. ഇനി സീസണാലിറ്റി ഇല്ലാത്തൊരു ഡേറ്റ പറയാം. ഇപ്പം പറഞ്ഞാൽ വെതർ അല്ലാത്ത ഒന്നിലും നമുക്ക് അങ്ങനെ സീസണാലിറ്റി ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അല്ലെ? അല്ല, പക്ഷെ എല്ലാത്തിനും ഒരു സീസണാലിറ്റി ഉണ്ടല്ലോ. നമ്മൾ ഫ്ലൈറ്റിന്റെ ഡേറ്റ എടുത്താലും there will be a seasonality. Weather എടുത്താൽ there will be a seasonality. Okay, seasonality യൂഷ്വലി എല്ലാത്തിനും ഉണ്ടാവും തോന്നുന്നു. Okay, ഇനി നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ പാർട്ട് എറർ. സോ വാട്ട് യു മീൻ ബൈ എറർ ഇൻ ദിസ് കോൺസെപ്റ്റ്? എറർ എന്ന് പറയുന്നത് ഐ തിങ്ക് റെസിഡ്യൂ എന്ന് പറയുന്നത്. വോയിസ് ബ്രേക്ക് ആവുന്നു. എറർ എന്നതിനേക്കാളും റെസിഡ്യൂ എന്നുള്ള വാക്കായിരിക്കും ബെറ്റർ. ഹലോ, വോയിസ് ഇടയ്ക്ക് കട്ട് ആവുന്നുണ്ടായിരുന്നു. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ ഫൈൻ. So a small amount of something that remains after the main part has gone. Residue എന്നുള്ള വാക്കായിരിക്കും കുറച്ചുകൂടെ നല്ലത്, because this is not an error. So what can be error or residue in this context? ഇപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു പെർഫെക്റ്റ് ലീനിയർ അല്ല, ഈ പെർഫെക്റ്റ്ലി ഒരു ട്രെൻഡ് പ്ലസ് സീസണാലിറ്റി കോമ്പിനേഷനിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അവിടെ നിന്നും വേരിയേഷൻസും ഉണ്ടാവാം അല്ലെ? സോ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാൻ ആവറേജ് ആനുവലി 10 സെന്റിമീറ്റർ മഴ പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. ഒരു വർഷം 8 സെന്റിമീറ്റർ മഴ കൂടി. സോ വിച്ച് മീൻസ് ദർ ഇസ് എ റെസിഡ്യൂ. അല്ലെങ്കിൽ 10 പകരം 12 കൂടി. ദാറ്റ് ഇസ് അഗൈൻ എ റെസിഡ്യൂ. ഇനിയിപ്പം നമ്മൾ പറഞ്ഞു സീസണാലിറ്റി ജൂൺ ജൂലൈ ആണ്. സോ ജൂൺ ജൂലൈ എന്നുള്ളത് ജൂൺ 15 ഓഗസ്റ്റ് 15 എക്സ്റ്റെൻഡ് ചെയ്തു. സോ ദാറ്റ് ഇസ് എ റെസിഡ്യൂ ഇൻ സീസണാലിറ്റി അല്ലെ? സോ അങ്ങനത്തെ വേരിയേഷൻസ് അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ഇവന്റ്സ്. ഇപ്പം നമ്മളിപ്പോ പറഞ്ഞു ഈ ചെല്ലാനത്ത്, ഈ എറണാകുളം ചെല്ലാനത്ത് കഴിഞ്ഞ ദിവസം ഒരു ഹൈ ടൈഡിന്റെ ഇഷ്യൂ ഉണ്ടായി. ഇഫ് യു റെഡ് ദ ന്യൂസ് പേപ്പർ ഓർ സോ ദ ന്യൂസ്, ഐ തിങ്ക് മസ്റ്റ് ബി നോ അല്ലെ? അതൊരു എന്താണ്, ദാറ്റ് ഈസ് എ റെസ്ക്യൂ ഇൻ ടൈം സീരീസ്, വെതർ ടൈം സീരീസ്. കാരണം എന്താ, അത് അൺഎക്സ്പെക്ടഡ് ഇവന്റ് ആണ്. അല്ലെങ്കിൽ എല്ലാ വർഷവും സംഭവിക്കുന്ന ഒരു ഇവന്റ് അല്ല. ദാറ്റ് ഈസ് സംതിങ് ഹാപ്പൻ അൺഎക്സ്പെക്ടഡ്ലി. സിമിലർലി നമ്മൾ പണ്ടൊരിക്കൽ സുനാമി വന്ന സമയത്ത് സുനാമി ടൈം സീരീസ് വെച്ച് പ്രഡിക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു? ഇല്ല. ബിക്കോസ് എന്താ, we don't have any information regarding tsunami. അപ്പോൾ എന്താണ്, നമുക്ക് പീരിയോഡിസിറ്റി അറിയില്ല, സീസണാലിറ്റി അറിയില്ല, ട്രെൻഡ് അറിയില്ല, ഒന്നും അറിയില്ല. സോ സംതിങ് ഹാപ്പൻ. പക്ഷെ ഇനി ചിലപ്പോൾ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഓൺ ആൻ ഇയർ ഇത്ര ഇയർ കൂടുതലാണ് വരുന്നത്. അങ്ങനെയൊക്കെ എന്തെങ്കിലും സീസണാലിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ there is a chance of predicting it. അല്ലാണ്ട് എന്താണ്, ഒരു ഫസ്റ്റ് ടൈം ഒക്കറിംഗ് ഇവന്റ് പ്രഡിക്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ടൈം സീരീസിന് ഇല്ല. ടൈം സീരീസിനല്ല, ഒരു മോഡലും ഇല്ല കേട്ടോ. നമ്മൾ ലോകത്ത് ഇതുവരെ കാണാത്ത ഒരു സാധനം കൊടുത്തിട്ട് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഡീപ് ലേണിംഗ് ആണെങ്കിലും പറയില്ല. സുനാമിക്കും ടൈം സീരീസ് പോസിബിൾ അല്ല. വെച്ച് കഴിഞ്ഞാൽ അതാ ലാൻഡിന്റെ ഇതുകൊണ്ട് സംഭവിക്കുന്നതല്ലേ. ലാൻഡ് മാത്രമല്ലല്ലോ, അത് ആക്ച്വലി ദാറ്റ് ഈസ് ഹാപ്പനിങ് ഫ്രം എന്താണ്, ഈ കടലിനകത്തുണ്ടാവുന്ന ഈ വോൾക്കാനോ ഇറക്ഷൻ കാരണമാണ്. മീൻസ് കടലില് മീൻസ് എന്താ പറയാ, ഇംഗ്ലീഷ് പോലെ കിട്ടില്ല. മീൻസ് ആ ഒരു ടെക്ടോണിക് ആക്ടിവിറ്റി ഉണ്ടാവുമ്പോൾ ഒരു ഭാഗം ഹയർ ആവുക ചെയ്യുമ്പോൾ അവിടുത്തെ വാട്ടർ മാസ് മൂവ് ചെയ്ത് വരുന്നതാണ് വരുന്നത്. അതില് ടൈം സീരീസ് അങ്ങനെയുള്ളതായിട്ട്
ഇതുവരെ കേട്ടിട്ടില്ല. വെച്ച് കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്. അതിൽ ടൈം സീരീസ് ഉണ്ടാവാൻ പാടാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പം അത് കേരളത്തിലെ പോലത്തെ കേരളത്തിലെ പോലത്തെ സ്ഥലങ്ങളിലാണ് അത് പാട്. ഇപ്പം സുമാത്ര ജാവയ്ക്കില്ലേ, അവിടെ എപ്പോഴും ഹോട്ട് സ്പോട്ട്സ് ആക്കി വെക്കുന്ന ഒരു ഇതാണ്. അവിടുത്തെ സ്പോർട്സിലൊക്കെ ഒരു പീരിയോഡിസിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക്. അല്ലെങ്കിൽ ഈ വോൾക്കാനിക് ഇറപ്ഷൻ ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം അവിടെ ഈ ഇഷ്യൂസ് നമുക്ക് വേണമെങ്കിൽ ടൈം സീരീസ് വെച്ച് അഡ്രസ് ചെയ്യാൻ പറ്റിയേക്കും. ഫോർ ദ വെരി ഫസ്റ്റ് ടൈം എന്തായാലും നമുക്ക് പറ്റില്ല. ബോയ് വെച്ചിട്ടാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതിന് സ്പെഷ്യൽ ഒരു ഡാറ്റ ബോയ് ഉണ്ട്, അത് വെച്ചിട്ടാണ് അവര് പ്രഷറാണ് അതിന്റെ ഫാക്ടർ. So, however, it is not mandatory that all time series must have a trend and seasonality. Time series may not have a distinct trend but have a seasonality, and the opposite can be also possible. So, എന്താണ് നമ്മൾ പറഞ്ഞത്, ടൈം സീരീസ് മേ ബി കോമ്പിനേഷൻ ഓഫ് ട്രെൻഡ്, സീസണാലിറ്റി ആൻഡ് എറർ. സീസണാലിറ്റി ഇല്ലാത്തവരനായിട്ട് ഇത് പറയാട്ടോ ക്രിസ്റ്റി, നേരത്തെ പറഞ്ഞില്ലേ സീസണാലിറ്റി ഇല്ലാത്തത് വേണം പറഞ്ഞില്ലേ. സുനാമിയുടെ ഒക്കെ സിമ്പിളായി പറയാതെ പെർഫെക്റ്റാ. അതെ, ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു ഈ കാര്യങ്ങളുണ്ട്. ഏതാണ്, വി ഹാവ് 4 പാരാമീറ്റേഴ്സ് അല്ലെ, ബേസ് ലെവൽ, ട്രെൻഡ്, സീസണാലിറ്റി ആൻഡ് എറർ. സോ ദിസ് ക്യാൻ ബി അഡിക്റ്റീവ് ഓർ മൾട്ടിപ്ലിക്കേറ്റീവ് ടൈം സീരീസ്. സോ 2 ടൈപ്പ് ഓഫ് ടൈം സീരീസ് ഉണ്ട്. ഈ അഡിക്റ്റീവ് ആവാം, മൾട്ടിപ്ലിക്കേറ്റീവ് ആവാം. അതായത് നമ്മൾ ഇതിന്റെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. Depending on the nature of the trend and seasonality, a time series can be modeled as an additive or multiplicative, wherein each observation in the series can be expressed as either a sum or product of the components. Additive time series ആണെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ സം ആയിരിക്കും. മൾട്ടിപ്ലിക്കേറ്റീവ് ടൈം സീരീസ് ആണെങ്കിൽ അതതിന്റെ എന്താണ്, പ്രൊഡക്റ്റ്. ഇത് നമുക്ക് എപ്പോഴും വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ വേറെ ഐഡന്റിഫൈ ദ ട്രെൻഡ് ആൻഡ് സീസണാലിറ്റി നമ്മൾ ഇതിനെ ഡീകമ്പോസ് ചെയ്യും. If you are familiar with digital signal processing and all the stuff, easy background ഉള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് നമ്മൾ വി ക്യാൻ ഡീകമ്പോസ് സിഗ്നൽ. സോ നമ്മൾ വാല്യൂ ഇതായിരിക്കും നമ്മുടെ ഇൻപുട്ട്. വാല്യൂ എന്ന് പറയുന്ന ഒരു സിഗ്നൽ ആയിട്ട് നമ്മളുള്ളത്. നമ്മൾ അതിനെ ബേസ് ലെവൽ, ട്രെൻഡ്, സീസണാലിറ്റി, എറർ എന്നുള്ള രീതിയിൽ ഡീകമ്പോസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഡീകമ്പോസ് ചെയ്യുന്ന സമയത്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഓർ അഡിക്റ്റീവ് എന്നുള്ള പോയിന്റ് വരുന്നത്. ഇറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടന്റ് ഫോർ അസ്. പക്ഷേ ഒരു സിഗ്നൽ പ്രോസസ്സിംഗ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന സമയത്ത് എന്താണ്, വി ആർ യൂസിങ് ഡീപ് ലേണിംഗ് മോഡൽസ്. സോ ഡീപ് ലേണിംഗ് മോഡൽസിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ഇതിനകത്ത്. പക്ഷെ ഇഫ് യു ആർ യൂസിങ് ടൈം സീരീസ്, യൂസിങ് അരിമ മോഡൽ ആണെങ്കിൽ കുറെ പ്രീ പ്രോസസ്സിംഗ് നമുക്ക് ചെയ്യാം. ഇത് ആക്ച്വലി ഒരു അരിമ ബേസ്ഡ് ഡോക്യുമെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിനെ ഡീകമ്പോസ് ചെയ്യുന്നു. ഡീകമ്പോസ് ചെയ്തതിനു ശേഷം എറർ പാരാമീറ്റർ ഒഴിവാക്കിയിട്ട് തിരിച്ച് കമ്പൈൻ ചെയ്യും സിഗ്നലിനെ. റീജനറേറ്റ് ചെയ്യും. ഡീകമ്പോസ് ചെയ്ത സിഗ്നലിനെ റീജനറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടൈം സീരീസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കേസിൽ എന്താണ്, വി വോണ്ട് യൂസ് ദാറ്റ് ബിക്കോസ് വി ആർ യൂസിങ് എ deep learning model, RML model. So RML model use ചെയ്യുമ്പോൾ എന്താണ്, those features will be automatically generated within the model അല്ലെ. അപ്പോൾ ഇതാണ് ടൈം സീരീസിനെ പറ്റിയുള്ള ഒരു ഓവറോൾ ഐഡിയ. ആൻഡ് നമുക്ക് ഇനി പ്രോഗ്രാമിംഗ് ആസ്പെക്റ്റിലേക്ക് പോവാം. സോ പ്രോഗ്രാമിംഗ് ഇസ് ക്വൈറ്റ് സ്ട്രേറ്റ് ഫോർവേഡ്. കാരണം നമ്മൾ ചെയ്ത സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ആ ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് ആണ് ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. സോ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, ടൈം സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡേറ്റ ഹാസ് ഓൺലി വൺ റെഫറൻസ് കോൾഡ് ടൈം അല്ലെ. നമ്മൾ യൂഷ്വലി മറ്റ് പാരാമീറ്റേഴ്സ് ഇവൻച്വലി കൺസിഡർ ചെയ്യാറില്ല. സോ നമ്മൾ എങ്ങനെയായിരിക്കും, വാട്ട് വിൽ ബി ദ എക്സ് ആൻഡ് വാട്ട് വിൽ ബി ദ വൈ ഇൻ ടൈം സീരീസ്. അതായത് എക്സ് മീൻസ് ഇൻപുട്ട് ഫീച്ചേഴ്സ്, വൈ ഇസ് ദ ഔട്ട്പുട്ട് ഫീച്ചർ. സോ ഹൗ വിൽ യു ഡിഫൈൻ എക്സ് ആൻഡ് വൈ ഫോർ ടൈം സീരീസ്? ടൈം അതാണ് ചോദിക്കുന്നത്. നമ്മുടെ ഒരു ഡേറ്റ വരുന്നത് എങ്ങനെയായിരിക്കും, ഇവിടെ നമ്മൾ അല്ല നമ്മൾ ഓൾറെഡി കണ്ട ഡോക്യുമെന്റ് ഉണ്ട്. ഒരു ടൈം സീരീസ് ഡേറ്റ ഇരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. Yes, usually it will like this. Yeah. We have a time
and we have a value. It need not to be date, it can be date, hour, time, whatever. Okay, need not to be date, അതിനൊരു corresponding value ഉണ്ട്. ഇതായിരിക്കും നമ്മുടെ data. So assuming that we are considering only one value at a time, one parameter at a time. If assume that ഈ value എന്നുള്ളത് sales ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ rainfall ആണെന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത്? We are trying to forecast the rainfall. അല്ല, if that's the case, എന്തായിരിക്കും നമ്മുടെ, so this is like a regression model, അല്ലേ? കാരണം നമ്മളൊരു actual value ആണ് estimate ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ forecast ചെയ്യാൻ ശ്രമിക്കുന്നത്. So what could be the x and what could be the y? ഒരു കാര്യമുണ്ട്, ഈ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കോമൺ ഇന്റർവെൽ. സോ ഒരെണ്ണത്തിന് ശേഷം അടുത്തെന്നുള്ളത് വിത്ത് ഫിക്സഡ് ഇന്റർവെല്ലിലായിരിക്കും ടൈം മൂവ് ചെയ്യുന്നത്. ഡെയിലി ആണെങ്കിൽ എവറി ഡേ വിൽ ബി ആൻ എവറി ഡേ വിൽ ബി എ റോ. So what can be the x set of x and what can be the y? I guess I can calculate this. ക്വസ്റ്റ്യൻ കുറച്ച് ക്ലിയർ ആയില്ല ക്രിസ്ത്യൻ. അതായത് നമ്മുടെ ടൈം സീരീസിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ട്രൈങ് ടു ഫോർകാസ്റ്റ്, അല്ലേ? അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് എപ്പോഴും ടൈം സീരീസ് ആവശ്യമായിട്ട് വരുന്നത്, നാളെ മഴ പെയ്യുമല്ലോ, അല്ലെങ്കിൽ നാളെ എത്ര മഴ പെയ്യുന്ന ചോദ്യത്തിന് ആൻസർ ചെയ്യാനാണ് നമുക്ക് ടൈം സീരീസ് വേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞനുസരിച്ച് എന്താ, നമ്മുടെ കയ്യിൽ ഒരു ലാസ്റ്റ് 1 ഇയറിന്റെ ഡേറ്റ് ഉണ്ട്. ബൈ കൺസിഡറിംഗ് ദാറ്റ് ഡേറ്റ വി വിൽ ടെൽ നാളത്തെ റെയിൻ സ്റ്റാറ്റ്സ് എന്താണ്, അല്ലെ? ദാറ്റ് ഈസ് ദ യൂസ് കേസ്. വെതർ വെച്ച് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ യൂസ് കേസ്. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് റെഫർ ചെയ്തിട്ടായിരിക്കും നാളത്തെ റെയിൻഫോൾ പ്രൊഡിക്ട് ചെയ്യാം? വാട്ട് കുഡ് ബി ദ ഇൻപുട്ട് പാരാമീറ്റേഴ്സ്? അതായത് നമ്മളൊരു മെഷീൻ ലേണിംഗ് മോഡലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു റിഗ്രഷൻ മോഡലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വി നീഡ് എക്സ്ട്രെയിൻ, അല്ലെ? അപ്പോൾ അതിൽ എക്സ്ട്രെയിൻ എന്തായിരിക്കും, വൈ ട്രെയിൻ എന്തായിരിക്കും എന്നുള്ളതാണ്. Okay, don't bother about it too much. ഞാൻ തന്നെ പറയാം. ആക്ച്വലി ഡേറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്. കാരണം പറഞ്ഞാൽ എന്താ, നമ്മുടെ ആ ഡേറ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഈക്വൽ ഇന്റർവെൽ ആണ്. സോ ദാറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ഓപ്പസിഷൻ അടുത്തത് എപ്പോഴാണ് ആ വാല്യൂ നല്ല അവസ്ഥ. വി ആർ കൺസിഡറിംഗ് ദ വാല്യൂ ഇറ്റ്സെൽഫ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ അസ്യൂം ദാറ്റ് നമ്മൾ ഈ 4th വാല്യൂ പ്രൊഡിക്ട് ചെയ്യുന്നത് ഈ 1 2 5th വാല്യൂ പ്രൊഡിക്ട് ചെയ്യുന്നത് അതിന് മുമ്പിലുള്ള 4 വാല്യൂ വെച്ചിട്ടാണ്. ബിക്കോസ് എന്താ, വി ആർ എക്സ്പെക്ടിങ് എ ട്രെൻഡ് ആൻഡ് സീസണാലിറ്റി ഇൻ ടൈം സീരീസ് ഡേറ്റ. സോ പ്രീവിയസ് വാല്യൂവിന്റെ പ്രീവിയസ് ഒബ്സർവേഷന്റെ വാല്യൂ ഇസ് വെരി ഇമ്പോർട്ടന്റ്, അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ഈ 3.52 3.18 3.25 3.61 ഈ 4 വാല്യൂ യൂസ് ചെയ്തിട്ടായിരിക്കും 3.56 എന്നുള്ള വാല്യൂ പ്രൊഡിക്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ എന്താ, നമ്മുടെ ടാർഗറ്റ് വേരിയബിൾ എന്തോ ആ ടാർഗറ്റ് വേരിയബിളിന്റെ പാസ്റ്റ് ഇവന്റ്സ് തന്നെയായിരിക്കും നമ്മുടെ ഇൻപുട്ട് വേരിയബിൾസ്. അപ്പൊ അതിൽ നമ്മൾ എത്ര ഡേറ്റ പ്രോട്ട് നോക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. സോ ഇസ് ഇറ്റ് 4 or 5 or 10? അപ്പൊ 10 ആണെന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾ 10 വാല്യൂ, ഇപ്പൊ നമുക്ക് ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ വെതറാണ് പ്രിഡിക്ട് ചെയ്യുന്നതെങ്കിൽ ഇന്നു മുതൽ 10 ദിവസം പുറകോട്ടുള്ള വെതർ വാല്യൂ ആയിരിക്കും നമ്മുടെ ഇൻപുട്ട് ഫീച്ചർ. Okay, and with respect to those input feature, we will predict the value of next day. ഇനിയിപ്പോ നെക്സ്റ്റ് ഡേ പ്രഡിക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? നെക്സ്റ്റ് നമ്മൾ പ്രഡിക്ട് ചെയ്തല്ലോ, ആ വാല്യൂ നമ്മുടെ ഇൻപുട്ട് ഫീച്ചർ ആയിട്ട് മാറും. ആൻഡ് വി വിൽ പ്രഡിക്ട് ഡേ ആഫ്റ്റർ ടുമോറോ. ആൻഡ് ഡേ ആഫ്റ്റർ ടുമോറോയുടെ നെക്സ്റ്റ് ഡേ പ്രഡിക്ട് ചെയ്യണമെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോയും വിൽ ബി എ പാരാമീറ്റർ ഇൻ ഇൻപുട്ട് ഫീച്ചർ. അപ്പൊ നമ്മൾ ഇങ്ങനെ ബാക്ക് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഇറ്റ്സ് ലൈക്ക് എ ക്യൂബ്. അപ്പൊ അല്ല, ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ക്യൂബ്, ഇറ്റ്സ് ലൈക്ക് എ സ്റ്റാക്ക്. അപ്പം സ്റ്റാക്ക് ആയിരിക്കും, മുകളിലേക്ക് വരും, അതിന്റെ ഏറ്റവും താഴെ ഡിലീറ്റ് ചെയ്യും. നമുക്കത് ഒന്ന് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു സാമ്പിൾ ഡേറ്റ ക്രിയേറ്റ് ചെയ്യാണ്, ഒരു
സൈൻ സീരീസ് ക്രിയേറ്റ് ചെയ്യാണ്. ഞാനിവിടെ ടൈം സീരീസ് ഒരു ടൈമിന്റെ റേഞ്ച് നമ്പർ ഡോട്ട് അറേ 0 to 100 വിത്ത് റെസ്പെക്ട് ടു 0.1. 0 മുതൽ 100 വരെ 0.1ന്റെ ഡിഫറൻസിൽ 0.1